ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പാരന്റ്സിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ വീഡിയോ എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പാരന്റ്സിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നാർസിസ്റ്റിക് പാരന്റ്സ് എങ്ങനെയാണ് നിങ്ങൾ ബൗണ്ടറീസ് വെച്ച് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ പ്രായം, നിങ്ങൾ അവരോട് ചെയ്യേണ്ട കർത്തവ്യം അല്ലെങ്കിൽ കടമ എന്നൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഉദാഹരണമായിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഈ ആഴ്ച എന്തായാലും നിങ്ങളെ കാണാനായിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുകയാണ്, അല്ലെങ്കിൽ എനിക്കിനി നിങ്ങൾക്ക് പണം തരാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിനി അച്ഛന് പണം തന്ന് സഹായിക്കാൻ പറ്റില്ല, എനിക്കിനി അമ്മയ്ക്ക് പണം തരാനായിട്ട് സഹായിക്കാനായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾ പറയുകയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അങ്ങേയറ്റം നിങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കുന്ന, ഗിൽറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മറുപടികളും ടാക്ടിക്കുകളുമായിരിക്കും ഇവർ നിങ്ങൾക്കെതിരെ എടുക്കുന്നത്. നിനക്കറിയാമല്ലോ ഞാൻ ഇനി ഒരുപാട് കാലം ജീവനോടെ ഉണ്ടാവില്ലെന്ന്. പക്ഷെ കുഴപ്പമില്ല, നടക്കട്ടെ, എന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് മരിച്ചോളാം. എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചാണ് നിന്നെ ഞാൻ വളർത്തിയത്, എന്തെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത്. എന്നിട്ട് ഞാൻ പ്രായമായപ്പോൾ നീ എന്നെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ വയസ്സാം കാലത്ത് നീ എന്നെ കരുതുന്നത്? ഇങ്ങനെയാണോ മക്കളെ വയസ്സാം കാലത്ത് എന്നെ നോക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനാണ്, നിന്റെ കടമയാണ് എന്നോട് ബഹുമാനം കാണിക്കുകയും എന്നെ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയാണ്, നിന്റെ ഡ്യൂട്ടി അല്ലേ മോളെ അല്ലെങ്കിൽ മോനെ നീ എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇത് നിങ്ങളെ സെൽഫ് ബ്ലെയിം ചെയ്യുന്ന രീതിയിലേക്ക്, നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ കുറ്റപ്പെടുന്ന രീതിയിലേക്ക്, ഞാനാണോ ഇവർ പറയുന്ന പോലെ വേഴ്സ്റ്റ് പേഴ്സൺ, ഞാനാണോ ഒന്നിനും കൊള്ളാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ള ബേസിക് ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും എത്തുന്നുള്ളതാണ്. ഇത് നാർസിസ്റ്റിക് പാരന്റ്സിന്റെ മക്കൾക്ക് വളരെ എവിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഇത്തരം ആയുധങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ നിരായുധമാക്കുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എന്താണ് ബൗണ്ടറി, എന്താണ് സെൽഫിഷ്നെസ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഇതിൽ നമ്മളെ പണ്ട് മുതലേ, പ്രത്യേകിച്ച് നാർസിസ്റ്റിക് കുട്ടികൾക്ക്, നീ സെൽഫിഷ് ആണെന്ന് പറഞ്ഞ് ഉള്ളിൽ ഈ സെൽഫിഷ് ആണെന്നുള്ളതിന്റെ മീനിങ് തന്നെ നാർസിസിസ്റ്റ് പറഞ്ഞ് പഠിപ്പിച്ച രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അതാണോ യഥാർത്ഥ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്? ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളെ അയാളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ, അയാളുടെ ഇൻഡിവിജ്വാലിറ്റി കൺസിഡർ ചെയ്യാതെ, അയാളുടെ നീഡ്സ് എല്ലാം മാറ്റി വെച്ച് നമുക്ക് വേണ്ടി വന്ന എല്ലാം ചെയ്തു തരണം, നമുക്ക് വേണ്ടി ഇവരെല്ലാം വിധേയപ്പെട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഒരു നാർസിസിസ്റ്റിന്റെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് റിയൽ സെൽഫിഷ്നെസ്. അപ്പൊ ഇവരെ നമ്മൾ ബൗണ്ടറി വെക്കുമ്പോൾ ഈ ബൗണ്ടറി എന്താണ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റൊരാൾക്കിടയിൽ വെക്കുന്ന അതിർവരമ്പ്, അതെന്തിനു വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത്? ആ അതിർവരമ്പ് നമ്മൾ വെക്കുന്നത് നമ്മളുടെ വെൽബീയിങ്ങിനെയും നമ്മുടെ റിസോഴ്സസിനെയും നമ്മുടെ നീഡ്സിനെയും സപ്പോർട്ട് ചെയ്യാനാണ്. പ്രത്യേകിച്ച് ഒരു നാർസിസ്റ്റിക്കായ ആളിനിടയ്ക്ക് നമ്മൾ ഇത്തരത്തിലൊരു ബൗണ്ടറി വെക്കേണ്ടതിന്റെ വളരെ വലിയ ആവശ്യവുമുണ്ട്. നമ്മളൊരു ബൗണ്ടറി വെക്കുന്നതിലൂടെ നമ്മൾ ധൈര്യപൂർവ്വം പറയുന്നത്, എന്റെ ആവശ്യങ്ങൾ, എന്റെ സമാധാനം, എന്റെ സന്തോഷം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ധൈര്യപൂർവ്വമുള്ള സ്റ്റെപ്പാണ് ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ഇവിടെ ഒരു NPD ഉള്ള പാരന്റ് അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പാരന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുഞ്ഞിലേ മുതലേ നിങ്ങൾ സെൽഫിഷ് ആണ് എന്നുള്ള, നിങ്ങൾ പ്രൈവസി എടുക്കുമ്പോഴും, നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിന് പോലും പ്രാധാന്യം കൊടുക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് എടുക്കുമ്പോഴൊക്കെ ഇവർക്കെതിരെയുള്ള ഒരു അറ്റാക്ക് ആയിട്ടായിരിക്കും ഇവരതിനെ കാണുന്നത്. അവർ ഒരിക്കലും നിങ്ങളെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല കാണുന്നത്, അവർ നിങ്ങളെ അവരുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് എപ്പോഴും നാർസിസ്റ്റിക് സപ്ലൈ കൊടുക്കാനുള്ള, അവർക്ക് എപ്പോഴും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു തിങ്ങാണ് നിങ്ങൾ, ഒരു സാധനം മാത്രമാണ് നിങ്ങൾ. അത് നേരെ വർക്കാവാതെ വരുമ്പോൾ, നിങ്ങളൊരു ബൗണ്ടറി അവർക്കിടയിൽ വെക്കുമ്പോൾ, ആദ്യമായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു യന്ത്രം അവരിൽ നിന്നും അകന്നു പോകുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ച് പഴയപടിയാക്കാൻ, എങ്ങനെയെങ്കിലും പഴയ പോലെ ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഫിയറും ഒബ്ലിഗേഷനും ഗിൽറ്റും നിങ്ങൾ നിരന്തരം ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് എല്ലാ നാർസിസ്റ്റിക് ഫാമിലികളിലും നാർസിസ്റ്റിക് പാരന്റ്സ് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾ നിരന്തരം നിലനിർത്താൻ വേണ്ടി, റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവനും നിങ്ങളിൽ ഈ 3 കാര്യങ്ങളും ഏതെങ്കിലും തരത്തിൽ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്ന 2 ടാക്ടിക്കുകളെ പറ്റിയിട്ടാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ അവരുടെ ആയുധം എന്ന് പറയുന്നത് അവരുടെ പ്രായവും വയസ്സാകുമ്പോൾ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളുമാണ്. ഇതിനെ നമുക്ക് ടൈം ബോംബ് ടാക്ടിക് എന്ന് വിളിക്കാം. ഇവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ടൂൾ ആണ്, അല്ലെങ്കിൽ ടാക്ടിക് ആണ് ഇത് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്. കാരണം ഇവിടെ ഇവരുടെ ഏജ്, ഇവരുടെ അസ്വസ്ഥ്യം, ഏജിനോടൊപ്പം വരുന്ന അസ്വസ്ഥ്യങ്ങളും
ഈ പറയുന്ന അസുഖങ്ങളും ഒക്കെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ബൗണ്ടറീസ് വെക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റില്ല എന്നോ ചെയ്യാൻ കഴിയില്ല എന്നോ പറയുകയാണെങ്കിൽ പറയും, ഇത്രയും വയസ്സായിരിക്കുന്ന എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ മക്കളെ, ഇത്രയും സ്ട്രെസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, നീ ഇങ്ങനെയൊന്നും പറയില്ലേ, ഞാൻ ഇത്രയും വൾണറബിൾ ആയിട്ട് ഇരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നീ എന്തെങ്കിലും ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ പറയുന്നത്? പിന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴത്തേക്കും പറയും, ആ നീ സന്തോഷിക്കും, നീ നിന്റെ ലൈഫ് നീ സന്തോഷമായിട്ടിരിക്കും, ഞാനിവിടെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ ഏകാന്തവാസം, എൻ്റെ ജീവിതത്തിന്റെ അവസാനം ഇങ്ങനെയൊക്കെ ഞാൻ കഴിച്ചു കൂട്ടിക്കോളാം. അതല്ലേ നിനക്ക് വേണ്ടത്? എപ്പോഴും നിനക്ക് അതായിരുന്നല്ലോ ആവശ്യം. ഇവിടെ ഈ നാർസിസ്റ്റിക് പാരന്റ് ചെയ്യുന്നത് നിങ്ങളിലെ ബേസിക് ഹ്യൂമൻ എമ്പതിയെ ട്രിഗർ ചെയ്യിക്കുക എന്നുള്ള കാര്യമാണ്. കാരണം അത് എന്തായാലും വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഉള്ളിൽ തന്നെ ചിന്തിച്ചു തുടങ്ങും, അയ്യോ ഇവരിങ്ങനെ മരിക്കാൻ പോവല്ലേ, ഇവർ ഏജായി പോവല്ലേ, ഇവർക്ക് ഇത്രയും അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ഞാനൊന്ന് മയപ്പെടുത്തി നിന്നു കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ലാസ്റ്റ് മെമ്മറി ആണെങ്കിലോ അവരോടുള്ള മെമ്മറി അല്ലേ, മരിച്ചുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തന്നെ വീണ്ടും സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ബൗണ്ടറി വീണ്ടും മയപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയും ആ ബൗണ്ടറി നിങ്ങളങ്ങ് കളയുകയും ചെയ്യും. കുറച്ചുകൂടെ ഞാൻ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കുറച്ചുകൂടെ ഞാൻ സൗമ്യമായിട്ട് പെരുമാറാം, കുറച്ചുകൂടെ ഞാൻ നല്ല രീതിയിൽ പെരുമാറാം, ഇത്രയും ബൗണ്ടറി ഒന്നും ഇപ്പൊ വേണ്ട. അങ്ങനെ ആദ്യമായിട്ട് നിങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി പോലും ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സെൽഫിഷ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളങ്ങ് വേണ്ടെന്ന് വെക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ നാർസിസ്റ്റിക് പാരന്റിന്റെ കുട്ടികളായിട്ടുള്ളവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സാധാരണ പാരന്റ് അല്ലെങ്കിൽ ഈ NPD ഇല്ലാത്ത ഒരു പാരന്റ് ഒരിക്കലും തൻ്റെ മക്കൾ ഇതുപോലെ ഗിൽറ്റോടുകൂടി എൻ്റെ അടുത്തേക്ക് വരണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഏജ് എൻ്റെ മക്കളിൽ ഗിൽറ്റ് ഉണ്ടാക്കി അവരെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കില്ല എന്നുള്ളതാണ്. NPD ഇല്ലാത്ത ഒരു പാരന്റ്, ഒരു ഹെൽത്തി പാരന്റ്, സ്നേഹമുള്ള ഒരു പാരന്റ് ഒരിക്കലും അവരുടെ ഏജിന് എത്ര കൂടുതലാണെങ്കിലും മക്കളിൽ ഗിൽറ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവരെ തങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കാനായിട്ട് ഇത്തരത്തിൽ ശ്രമിക്കില്ല. ഇനി അവർക്ക് ഭൂമിയിൽ ബാക്കിയുള്ള സമയം, വിലപ്പെട്ട സമയം, അവർ ഒരിക്കലും തങ്ങളുടെ മക്കളെ മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കില്ല. ഈ ടാക്ടിക് എന്ന് പറയുന്നത് NPD ഉള്ള ഇത്തരത്തിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരന്റ്സ് അവരുടെ സ്വന്തം മക്കൾക്കെതിരെ പർപ്പസ്ഫുള്ളി അവരുടെ സെൽഫ് കെയറിനെ, അവരുടെ സമാധാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രുവൽറ്റിയാണ്. രണ്ടാമത്തെ ഇവരുടെ വെപ്പൺ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സും പിന്നെ നിങ്ങളുടെ കടമയും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇവർ കൾച്ചറൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിങ്ങിനെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ ഏത് മതമാണെങ്കിലും ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മാതാപിതാ ഗുരു ദൈവം എന്നാണ് മക്കളെ, അതൊക്കെ നീ മറന്നു കളയല്ലേ. അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെയും അമ്മയുമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ എപ്പോഴും കെയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മമാരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഇത് തന്നെ ആയിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാൻ നിന്റെ അച്ഛനാണ്, നീ എപ്പോഴും എൻ്റെ അടുത്ത് ബഹുമാനം കാണിക്കണം. പിന്നെ എപ്പോഴും പറയുന്ന സ്ഥിര ഡയലോഗാണ്, ഞാൻ എൻ്റെ ജീവിതം മുഴുവനും നിനക്ക് വേണ്ടി മാറ്റിവെച്ച് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഇനി നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്റെ കർത്തവ്യമാണ് ഇതെല്ലാം എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഈ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇതും കൂടെ കണ്ടീഷനിങ് കൂടെ ആയതുകൊണ്ട് തന്നെ, നാട്ടു നടപ്പും കൂടെ ആയതുകൊണ്ട് തന്നെ, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കും വളരെ ഹാർഡായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യാൻ. ഒരു ഓൾമോസ്റ്റ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗിൽറ്റ് ട്രിപ്പിംഗ് പോലെ തന്നെ ഗിൽറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കുറ്റബോധമായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അച്ഛനും അമ്മയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയല്ലേ, ഞാൻ ചെയ്യേണ്ടതല്ലേ. നാർസിസ്റ്റിക് ഫാമിലികളിൽ ഉള്ള ഓണർ എന്ന് പറയുന്ന കാര്യവും റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യവും ഫാമിലിയുടെ അന്തസ്സ്, അഭിമാനം എന്ന് പറയുന്ന കാര്യവും ഇതൊക്കെ സാധാരണ ഒരു ഫാമിലിയിലെ പോലെ അല്ല, അല്ലെങ്കിൽ NPD ഇല്ലാത്ത ആൾക്കാരുടെ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്നേഹമുള്ള മറ്റ് പാരൻസിന്റെ ഫാമിലികളിലുള്ള പോലെ അല്ല ഇവിടെ ഓണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ റെസ്പെക്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അനുസരണയും നിങ്ങളുടെ വിധേയത്വവുമാണ്. ഇവിടെ നാർസിസ്റ്റിക്കുകളുടെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത് സെൽഫ്ലെസ് അല്ല, അത് ട്രാൻസാക്ഷണൽ ആണ്. നിങ്ങളെ സ്നേഹത്തോടെ അല്ല അവർ വളർത്തിയത്, നിങ്ങളെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവർ വളർത്തിയത്. അവർ ക്ലിയറായി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിരുന്നു എന്നും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നും ഇനി അങ്ങോട്ടുള്ള കാലവും ജീവിതകാലം മുഴുവനും നിങ്ങളെ വളർത്തിയോണ്ട് മാത്രം നിങ്ങൾ അവരെ തിരിച്ചു നോക്കണമെന്നും നിങ്ങൾ അതുപോലെ അവരെയും വളർത്തണമെന്നുമാണ് അവർ പറയുന്നത്. സ്നേഹം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം തിരിച്ചാവശ്യപ്പെടാനായിട്ട് ഇവർ സാധിക്കുക? ബേസിക് ആയിട്ടുള്ള കാര്യം പോലും നേരെ ചെയ്യാതെ അവർ നിങ്ങളിൽ നിന്നും തിരിച്ച് വിധേയത്വം, ഒരു ലൈഫ് ലോങ് വിധേയത്വവും ലൈഫ് ലോങ് അനുസരണയും
യൂസർ നെയിം ആവശ്യപ്പെടുകയാണ്. ഇനി എങ്ങനെയാണ് ഇത് ബ്രേക്ക് ചെയ്ത് നമ്മൾ പുറത്തു വരേണ്ടത്, എങ്ങനെയാണ് ഈ ഗിൽറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫിഷ് എന്ന് പറയുന്ന നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആ തോട്ടിനെ സെൽഫ് പ്രിസർവേഷൻ എന്ന് നിങ്ങൾ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്, തിരുത്തി വായിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചു നേരം ഓക്സിജൻ മാസ്ക് വെച്ച് നിങ്ങളൊന്ന് ഓക്സിജൻ ശ്വസിക്കൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സെൽഫിഷ് ആണെന്ന് ധരിപ്പിച്ച് അങ്ങനെ ഗ്യാസ് ലൈറ്റ് ചെയ്ത്, ഗിൽറ്റ് ട്രിപ്പ് ചെയ്ത്, മാനിപ്പുലേറ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്ത്, ഇങ്ങനെയാണ് നിങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഒന്ന് ശ്വാസം എടുക്കുന്നത് ഒരു ബൗണ്ടറി വെച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോൺസിക്വൻസ് ആണെന്നും നിങ്ങൾ ഏറ്റവും ലോജിക്കലായിട്ട് ഇവിടെ ഏറ്റവും സെയിനായിട്ട് ഏറ്റവും വേണ്ട രീതിയിൽ ചെയ്യേണ്ട കാര്യം ആണ് എന്നുള്ളത് നമ്മൾ റീഅഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ്, നമ്മൾ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ റിയൽ ഡ്യൂട്ടി. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ വെൽബീയിങ് ഫൈനലി നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുകയാണ്, അത് ശരിയായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർ അപ്സെറ്റ് ആവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ബൗണ്ടറീസ് വെക്കുന്നത് അവരെ ചേഞ്ച് ആക്കാനോ അവരിൽ ചേഞ്ച് കാണാനോ അല്ല അൾട്ടിമേറ്റ്ലി എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മൾ വെക്കേണ്ടത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെയാണ്. അവര് അലമുറയിടും, കരയും, അവര് ഭയങ്കരമായിട്ട് റേജ് കാണിക്കും, നിങ്ങളുടെ അടുത്ത് ടാൻട്രം കാണിക്കും, അവർ വിക്ടിം കളിക്കും, ഫുൾ ടൈം അവർ വിക്ടിമായിരിക്കും കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ അവർ ചെയ്താലും എൻ്റെ ബൗണ്ടറി വെച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഇവരൊരിക്കലും മാറില്ല എന്നുള്ളതും ഇവരിൽ നിന്ന് ഒരു തരത്തിലുള്ള ചേഞ്ചും ഇവരുടെ ടാക്ടിക്സിൽ ഉണ്ടാവില്ല എന്നുള്ളതും. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ജെയ്ഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡു നോട്ട് ജസ്റ്റിഫൈ, ഡു നോട്ട് ആർഗ്യൂ, ഡു നോട്ട് ഡിഫെൻഡ് ആൻഡ് ഡു നോട്ട് എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് എഴുതിയെടുക്കുക. അവർക്ക് ഒരിക്കലും ഇതുപോലെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കരുത്, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കരുത്, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിൽ ഒരു 10 പേജ് എസ്സേ ഒന്നും ഇവർക്ക് മറുപടി ആയിട്ട് കൊടുക്കരുത്. എന്തിനാണ് നിങ്ങൾ മറുപടി അല്ലെങ്കിൽ ഈ ഒരു ബൗണ്ടറി വെച്ചു എന്നുള്ളതിനുള്ള ഉത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ മറുപടിയായി പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഫാക്ച്വൽ ആയിരിക്കണം, ചെറിയ സ്റ്റേറ്റ്മെന്റുകളായിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അവർ പറയുകയാണ്, ഞാൻ ഇത്രയും വയസ്സായിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിനക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വരാതിരിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിനക്ക് എന്നോട് ഇങ്ങനെ അകലം പാലിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ മറുപടി കൊടുക്കാൻ സാധ്യത, എനിക്ക് ഒരുപാട് വർക്കുണ്ട്, എനിക്ക് ഒരുപാട് വർക്കിന്റെ സ്ട്രെസ് ഉണ്ട്, ഞാൻ ഒരുപാട് ബിസിയാണ്, നിങ്ങൾ കഴിഞ്ഞ തവണ എന്നെ മറ്റേ കാര്യം കുറ്റം പറഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുക്കും അല്ലെങ്കിൽ തുടങ്ങും എന്നുള്ളതാണ്. അതൊരു ബാഡ് റെസ്പോൺസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഗുഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്? ഇവിടത്തെ ഗുഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്, എനിക്ക് എന്താണെന്ന് മനസ്സിലായി, എന്റെ ഡിസിഷൻ ഫൈനലാണ്, അതിൽ മാറ്റമൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു നിർത്തുക. പിന്നെ നിങ്ങൾ പറയാൻ നീ കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങളൊരു ജീവിതകാലം മുഴുവൻ ഇവരാൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട് ഇങ്ങനെ പറയപ്പെട്ട് വിശ്വസിച്ച് ജീവിച്ചിരുന്നവരാണ്. എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയുള്ളതല്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഒരു മോശം മകനോ മകളോ അല്ല. നിങ്ങളിപ്പോഴൊരു മുതിർന്ന വ്യക്തിയാണ്, ഒരു സ്വതന്ത്ര പൗരനാണ്. നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ സംതൃപ്തിക്കും വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബേസിക് റൈറ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ അനുഭവങ്ങളും കമന്റുകളിൽ അറിയിക്കുക. ഇത്തരത്തിൽ കൂടുതൽ ഹീലിംഗിനും റിക്കവറിംഗിനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ടുള്ളത് എന്നുള്ളതും കൂടെ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുമ്പോൾ, നിങ്ങളുടെ സ്റ്റോറി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതി അറിയിക്കുക. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ സ്റ്റോറി, അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും